പ്രധാനമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ CPM-ന്റെ ഭീഷണി. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിക്കെതിരെയാണ് കോഴിക്കോട്ടെ CPM പൊതുയോഗത്തിൽ ഭീഷണി ഉയർത്തിയത്. മുഖ്യമന്ത്രി അവഹേളിച്ചാൽ വളയത്ത് കാലുകുത്തിക്കില്ലെന്നാണ് ഭീഷണി. റിജിന്റെ അമ്മയ്ക്കെതിരെയും സ്ത്രീവിരുദ്ധ പരാമർശവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം M. റഷീദാണ് ഭീഷണി ഉയർത്തിയത്. പിണറായി വിജയന്റെ ഈ വളയത്തെ സഖാക്കളുടെ ക്ഷമയെ ഞാനും കൂടി അംഗീകരിക്കട്ടോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിയോ? പൊതുയോഗം ഇനിയും വെക്കട്ടെ, ജനാധിപത്യവും സമാധാനമൊക്കെ വേണം. പക്ഷേ ജനനേതാക്കന്മാരുടെ ഈ വളയത്തു നിന്ന് ഒരു പൊന്നുമോനുനി പോവരുത് എന്നതാ തീരുമാനം. അതല്ലാണ്ട് എന്തും കേട്ടിരിക്കാം എന്നൊന്നും ധരിക്കണ്ട. എന്ത് വിളിച്ചു പറയാനാണോ ധരിക്കുന്നത്? രാഷ്ട്രീയം പറഞ്ഞോ, ജനാധിപത്യപരമായ സംവാദം നടത്തിക്കോ. ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക? എന്തും വിളിച്ചു പറയാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഷാഫിയെ കാലുകുത്തിക്കില്ല ആര് പറഞ്ഞു? വളയത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നാടിന്റെ MP അല്ലേ? എല്ലാവരുടെയും MP അല്ലേ? ഈ മണ്ഡലത്തിന്റെ ആകെ MP അല്ലേ? ആരെങ്കിലും കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു? പക്ഷെ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ജില്ലാ കമ്മിറ്റി അംഗം M. റഷീദാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സ്വരം ഉയർത്തിയത്. പ്രധാനമായും എന്തൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ ഭീഷണി സ്വരങ്ങൾ? KP, കഴിഞ്ഞ ദിവസമാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളയത്ത് ഒരു ജനപക്ഷ യാത്ര സംഘടിപ്പിച്ചത്. ഈ ജനപക്ഷ യാത്രക്കിടയിലായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള റിജിൻ മാങ്കുറ്റി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയത്. ചില അധിക്ഷേപ പരാമർശങ്ങൾ തന്നെയായിരുന്നു റിജിൻ മാങ്കുറ്റി അന്ന് നടത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത ദിവസം DYFIയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിലടക്കം റിജിൻ മാങ്കുറ്റിയെയും കുടുംബത്തെയും അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു DYFI നേതാക്കൾ വളയത്ത് നടത്തിയത്. അതിനുശേഷമാണ് പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ പൊതുയോഗത്തിനിടയിലാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള AM റഷീദ് ഇത്തരത്തിൽ റിജിൻ മാങ്കുറ്റിക്കെതിരെ ഒരു വലിയ ഭീഷണി പ്രസംഗം തന്നെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയെ അവഹേളിച്ചാൽ വളയത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, അതായത് മുഖ്യമന്ത്രിയെ ആര് അവഹേളിച്ചാലും അവരെ വളയത്ത് കാല് കുത്താൻ അനുവദിക്കില്ലെന്നാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് പ്രസംഗത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ റിജിൻ മാങ്കുറ്റിയുടെ കുടുംബത്തെ അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം കൂടി ഈ CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വളയത്ത് ഉണ്ടാകുന്നുണ്ട്. ജനനേതാക്കളുടെ കുടുംബത്തെ പരാമർശിച്ചാൽ അത്തരക്കാർ വളയത്ത് നിന്ന് പുറത്തു പോകില്ലെന്ന കൃത്യമായി അതാണ് ഈ CPM പൊതുയോഗത്തിലെ തീരുമാനം എന്നുകൂടി ഇദ്ദേഹം ഈ പൊതുയോഗത്തിൽ ഈ തങ്ങളുടെ പാർട്ടി അണികളോട് പറയുന്നു. അതായത് ഈ വളയത്ത് മുഖ്യമന്ത്രിയെ കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെതിരെയും പരാമർശിക്കുന്ന ഒരാളെയും ഒരുത്തനെയും ഈ വളയത്ത് കാലുകുത്തിക്കില്ലെന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഈ പരാമർശം നടത്തിയിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള A. റഷീദിനെതിരെ പരാതി നൽകണമെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കാരണം ഈ റിജിൻ മാങ്കുറ്റിയെ കുടുംബത്തെ അടക്കം, അതായത് അമ്മയെ പോലും ഈ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയിരിക്കുന്നത്. KP, കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.